Thank you everyone for joining. ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റീക്യാപ്പ് ആയിട്ടാണ് ഇന്ന് പറയുന്നത്. കാരണം ഈ ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ പെന്തക്കോസ്താ വിഭാഗക്കാരെ പുതിയ രൂപത്തിലും ഭാവത്തിലും പുത്തൻ അവകാശവാദങ്ങളുമായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും പറയേണ്ടി വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ സഭ എന്നത് ഒരു അദൃശ്യ പ്രതിഭാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കപട ആത്മീകതയുടെ ഒരു ദുരന്ത ഫലമാണ് അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോസ്തലിക സഭകളിലെ ആളുകൾ പോലും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ സഭയിൽ ഉള്ളത് ആരൊക്കെയാണെന്ന് ആർക്കറിയാം? ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുക, അല്ലെങ്കിൽ ഒരു ദുരൂഹത സൃഷ്ടിക്കുക, കർത്താവിന്റെ സഭയെ സംബന്ധിച്ച് ഒരു ദുരൂഹത സൃഷ്ടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് യാതൊരു ഊഹവും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ആളുകളെ പിന്നെ സ്നാനം മുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ഒരു ഊഹവും. അപ്പൊ ഇതൊരു വഞ്ചനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി പിറന്നാണ്. ആ സീസണാണ് ഇത്, ഇൻകാർണേഷന്റെ സെലിബ്രേഷന്റെ സീസൺ. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് റിയൽ ആണെന്നുള്ളതാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. എബ്രായർ 2:15. അപ്പോ നമ്മളെപ്പോലെ ദൈവത്തിന്റെ പുത്രൻ റിയലായി തീർന്നു എന്ന് പറഞ്ഞാൽ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. അപ്പൊ ഞാനും നിങ്ങളും എങ്ങനെയായിരിക്കുന്നു അങ്ങനെ. അപ്പൊ കർത്താവിന്റെ സഭയോ? അത് പറയാൻ പറ്റത്തില്ല. അത് നമുക്കൊന്നും അറിയത്തില്ല. എവിടെയൊക്കെ ഉള്ളതെന്നും ആരൊക്കെ ഉള്ളതെന്നും ഒന്നും അറിയാൻ പറ്റത്തില്ല. അതൊരു പുക പോലെ അല്ല. കർത്താവ് ഈശോ മിശിഹ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിൽ ജനിക്കുകയും തന്റെ ശിഷ്യന്മാരോട് കൂടെ സഹവസിക്കുകയും ജനക്കൂട്ടത്തിന്റെ മധ്യേ നടക്കുകയും ഒക്കെ ചെയ്ത് റിയലായിരുന്നു. അതുപോലെ ഒരു അദൃശ്യമായ ഒരു പ്രതിഭാസത്തെ അല്ല, മറിച്ച് ദൃശ്യമായ ഒരു സഭയെയാണ് കർത്താവ് സ്ഥാപിച്ചത്. ഇതാണ് കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച ഹിസ്റ്റോറിക്കൽ ചർച്ച്. അപ്പൊ അതേക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് യേശുക്രിസ്തു സ്ഥാപിച്ച യഥാർത്ഥ സഭ അത് ആദ്യ നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുകയാണ്. ഇടക്കാരെങ്കിലും പുതുതായിട്ട് തുടങ്ങുന്നല്ല. കർത്താവിന്റെ സഭ, കർത്താവ് പരാജയപ്പെട്ടു, അല്ലെ കർത്താവിന്റെ സഭ പരാജയപ്പെട്ടു പോയി, അപ്പൊ ഞങ്ങൾ കർത്താവിനെ സഹായിക്കാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കർത്താവിനെ സഹായിച്ചതാണ്. ഇതാ ഞങ്ങൾ 1906 അല്ലെങ്കിൽ 1911 അല്ലെങ്കിൽ 1936 IPC ഒക്കെ 36 രജിസ്ട്രേഷനാണ് IPCയുടെ ആന്ധ്രാപ്രദേശ് ലേലൂരില്. ഈ 36 സഭ ഉണ്ടാകുന്നത്? ഇതാ ഇവര് പറയുന്നത്. പെന്തക്കോസ്തുകാർ ഇപ്പൊ ഇന്നലെ തന്നെ ക്ലബ് ഹൗസില് അവർ വലിയ ചർച്ചയുമായിട്ട് വന്നു. അപ്പൊ 36 രജിസ്ട്രേഷനാണ് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച്. അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അതാണ് സഭയെന്ന് അവർ പറയും. എന്നാൽ വീണ്ടും നമ്മൾ ചോദിക്കുമ്പം അവർ പറയും ഇതല്ല സഭ, പക്ഷെ നിങ്ങളുടേതുമല്ല. അപ്പോൾ പിന്നെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയാം അത് ആർക്കും അറിയത്തില്ല, അത് അദൃശ്യമായിട്ട് എവിടെയൊക്കെയോ ഇങ്ങനെ ഉണ്ട്. ആരൊക്കെയോ അതിനകത്തൊക്കെ അംഗങ്ങളായിട്ടുണ്ട്, ആരൊക്കെയാണെന്ന് നമുക്കൊരു ഊഹവും ഇല്ല. ഇപ്പൊ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സഭയെ സംബന്ധിച്ച് ഒരിക്കൽ കൂടെ നമ്മൾ പറയുന്നു, കർത്താവ് ഈശോ മിശിഹ സ്ഥാപിച്ച ആ സഭ
അതൊരു പരാജയമായിരുന്നില്ല. സഭയും പരാജയമായിരുന്നില്ല, കർത്താവും പരാജയമായിരുന്നില്ല. അപ്പൊ ആ സഭയൊക്കെ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ കർത്താവ് പരാജയപ്പെട്ടു, കർത്താവിന്റെ അപ്പോസ്തലന്മാർ പരാജയപ്പെട്ടു, കർത്താവ് സഭയെ നയിക്കാൻ വേണ്ടി അയച്ച പരിശുദ്ധ റൂഹ പരാജയപ്പെട്ടു. ഇതൊക്കെ നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണ്. ആരാ പരാജയപ്പെട്ടെ? കർത്താവ് പരാജയപ്പെട്ടോ? കർത്താവിന്റെ ശിഷ്യന്മാർ പരാജയപ്പെട്ടോ? കർത്താവിന്റെ റൂഹ പരാജയപ്പെട്ടോ? ഇതൊന്നും പരാജയപ്പെട്ടില്ല. കർത്താവിന്റെ സഭ അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നു. പിന്നെ ഏതാണ് ഈ സഭ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവര് ചോദിക്കും, അത് കത്തോലിക്ക സഭയുണ്ട്, യാക്കോബായ സഭയുണ്ട്, ഇങ്ങനെ പല സഭകളുണ്ടല്ലോ. അപ്പൊ ഇതിലേതാണ് യഥാർത്ഥ സഭ? അപ്പൊ ഇതെന്നോട് ഒരിക്കലൊരു സംവാദത്തില് ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ ചോദിച്ച, അപ്പൊ അന്ന് ഞാനതിന് മറുപടിയും പറഞ്ഞു. ഇപ്പൊ നമ്മള് ഒരു കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞ ശരീരമാണ്, കർത്താവിന്റെ ശരീരമാകുന്ന സഭ. അപ്പൊ ഈ ശരീരത്തില് കണ്ണുണ്ട്, മൂക്കുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, ചെവിയുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ശരീരം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ഉദാഹരണമല്ല, പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്തോക്കാർക്ക് എഴുതുമ്പോൾ പറഞ്ഞ ഉദാഹരണമാണ് ഞാൻ കടമെടുക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ശരീരമാണ് സഭയെങ്കിൽ ശരീരം മുഴുവൻ ചെവിയായാലോ കാഴ്ച എങ്ങനെ ഉണ്ടാകും? ശരീരം മുഴുവൻ കണ്ണായാൽ കേൾവി എങ്ങനെ ഉണ്ടാകും? ഇതൊന്നും ഞാൻ ചോദിച്ചല്ല, പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ആർഗ്യുമെന്റ്സ് ആണ് കൊരിന്ത്യർ ലേഖനത്തിൽ. അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക സഭ അവിടെ നിൽക്കുമ്പോൾ തന്നെ സുറിയാനി സഭയുമുണ്ട്. പക്ഷെ ഇവര് തമ്മിൽ എന്തല്ല, ഇവ ചെവി തന്നെ ഇങ്ങനെ എങ്ങും പോകത്തില്ല. ഒരു ചെവി ഇങ്ങനെ വരുന്നുണ്ട്. അതാരുടെ? നമ്മുടെ ചെറിയാച്ചന്റെ ചെവിയാണല്ലോ അതുവഴി പോകുന്നത്. എന്താ വൈകുന്നേരം ചന്തലൊക്കെ ആളുകൾ ഇരുന്ന് പറയുന്ന എന്താന്ന് കേൾക്കാൻ വേണ്ടി ചെറിയാച്ചന്റെ ചെവി അതുവഴി പോകുന്നു. അപ്പോൾ തന്നെ അവിടെ പന്തുകളി നടക്കുന്നുണ്ട്, അത് കാണാൻ വേണ്ടി ചെറിയാച്ചന്റെ കണ്ണ് താണ്ട് അപ്പുറത്തൂടെ, കണ്ണ് തന്നെ അങ്ങനെ പോകത്തില്ല. ഇപ്പൊ ചെറിയാച്ചൻ പോകുമ്പോ ചെറിയാച്ചന്റെ ചെവിയും കണ്ണും മൂക്കും എല്ലാം കൂടെ ഒരുമിച്ചാ പോകും. അപ്പൊ ഇതിനകത്ത് പല അവയവങ്ങളുണ്ടെങ്കിലും അവ തമ്മിൽ എന്താണ്? യോജിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സഭ ഏകമാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇവര് ഈ പുതുതായിട്ടുണ്ടാകുന്ന സഭയല്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. സഭ ഏകമായിട്ടാണ് ഇരിക്കുന്നത്. ഏകമാണ്, അതുപോലെ ശ്ലൈഹികമാണ്, അതുപോലെ സാർവത്രികമാണ്, വിശുദ്ധമാണ്. ആണ് സഭയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. 4 ഏകമാണ്, വിശുദ്ധമാണ്, ശ്ലൈഹികമാണ്, സാർവത്രികമാണ്. ഇത് 4 ഇതാണ് സഭ. അപ്പൊ ആദിമ നൂറ്റാണ്ടിൽ കർത്താവിന്റെ സഭ വളരെ കഷ്ടതയിലൂടെയും പീഡനങ്ങളിലൂടെയും എതിർപ്പുകളിലൂടെയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ എഡിക്റ്റ് ഓഫ് മിലാന്റെ കാലം വരുന്നത്. അത് നമ്മൾ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, പെന്തക്കോസുകാരുടെ ഒരു മുഖ്യ ശത്രു ആയിരിക്കുന്ന കോൺസ്റ്റന്റൈൻ. ഓർത്തഡോക്സിയിൽ അദ്ദേഹം വിശുദ്ധനാണ്. കോൺസ്റ്റന്റൈനെ സംബന്ധിച്ച് സെയിന്റ് കോൺസ്റ്റന്റൈൻ എന്നേ നമുക്ക് പറയാൻ കഴിയും. അപ്പൊ അദ്ദേഹത്തെയാണ് പെന്തക്കോസ്തുകാര് എന്ത് ചെയ്യുന്നത്? ക്രിസ്തീയ സഭയെ നശിപ്പിച്ചു എന്നൊക്കെ പറയും. അപ്പൊ കോൺസ്റ്റന്റൈന്റെ കാലത്ത് AD 310 ഒക്കെ ആകുമ്പോഴേക്കും എഡിക്റ്റ് ഓഫ് മിലാൻ, ക്രൈസ്തവർക്കുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. പിന്നീട് AD 325 നിക്കിയയിലെ സുന്നോദോസ് വരും. ഇപ്പൊ നിക്കിയ സുന്നോദോസ് വരുമ്പോ അന്നത്തെ ക്രിസ്തീയ സഭയ്ക്ക് 3 നേതൃ കേന്ദ്രങ്ങളാണുള്ളത്. 3 കേന്ദ്രങ്ങൾ AD 325 3 കേന്ദ്രങ്ങളാണ്. അത് അന്ത്യോക്യ, അലക്സാന്ദ്രിയ, റോം. ഇത് 3 ജെറുസലേമിൽ ഒരു സഭയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതേക്കുറിച്ച് നമ്മൾ പെന്തക്കോസ്തിയുടെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജെറുസലേമിലെ സഭ
ജുദായിസത്തിന്റെ നിഴലിൽ നിന്ന ഒരു സഭയാണ്. അത് പൂർണ്ണ തോതിൽ ക്രിസ്ത്യ സഭയായില്ല എങ്കിലും ആദ്യത്തെ സഭ ജെറുസലേമിലെയാണ്. അതുകൊണ്ട് ജെറുസലേമിനെ അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രിസ്തീയ സഭ അതിന്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് യഥാർത്ഥത്തിൽ ഇരുപക്ഷവും ഒന്നായത്, ജാതികൾ ക്രിസ്തുവിന്റെ കൃപാദനത്തിന്റെ കൂട്ടവകാശികളായി മാറുകയും അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു എന്ന വിധത്തിൽ വിജാതീയരും യഹൂദ ക്രൈസ്തവരും ഒരുമിച്ച് ചേർന്ന് ഒരു സഭയാകുന്നത് അന്ത്യോക്യയിലാണ്. അവിടെ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരൊക്കെ ഉണ്ടാകും. അപ്പൊ അതാണ് അന്ത്യോക്യ. പിന്നെ അലക്സാന്ദ്രിയ, റോം. അന്ത്യോക്യയിലെ പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസന പാരമ്പര്യം എന്ന് പറയുന്നു. അലക്സാണ്ട്രിയയിൽ പത്രോസിന്റെ ശിഷ്യനായിരിക്കുന്ന മാർക്കോസിന്റെ പാരമ്പര്യം എന്ന് പറയുന്നു. റോമിലെ പത്രോസിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 സി ആണ്, ഹോളി സി. അതാണ് അക്കാലത്ത്. അപ്പം ഈ നിക്കിയ സുന്നോദോസ് നടക്കുന്ന സമയത്ത്, നിക്കിയ സുന്നോദോസ് നടക്കുമ്പോൾ അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആയിരുന്നു ഒസ്താത്യോസ്. അദ്ദേഹമായിരുന്നു സുന്നോദോസിന് അധ്യക്ഷത വഹിച്ചിരുന്നത്. അവിടെ വിശുദ്ധനായിരുന്ന അനേക പീഡകൾ സഹിച്ചിരുന്ന അനേക പിതാക്കന്മാർ, ഹേസോദിയോസ് ഒക്കെ അടക്കമുള്ള പിതാക്കന്മാരൊക്കെ പങ്കെടുത്ത ഒരു സുന്നോദോസ് ആയിരുന്നു. അക്കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടും നമ്മൾ വളരെ വിശദമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അറിയൂസിന്റെ വേദവിരീതം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു ഒക്കെ. പിന്നീട് രണ്ടാമത്തെ സുന്നോദോസ് കോൺസ്റ്റാന്റിനോപ്പിളിൽ, കുസ്തന്തീനോപ്പോലിസ്, കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നോദോസ് ആണ്. കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ചാണ് രണ്ടാം സുന്നത, നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നിർവചനമൊക്കെ അവിടെ എഴുതി ചേർക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നോദോസ് വന്നപ്പോഴേക്കും കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ്, അന്ത്യോക്യൻ പാത്രിയർക്കീസും അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസും റോമൻ പാത്രിയർക്കീസും, ഈ 3 പാത്രിയർക്കീസുമാരായിരുന്നു ഒന്നാം സുന്നോദോസിൽ ക്രിസ്തീയ സഭയുടെ 3 കേന്ദ്ര നേതൃത്വങ്ങൾ. അതൊരു ട്രിനിറ്റേറിയൻ ലീഡർഷിപ്പ് ആയിരുന്നു. അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം. ഇതൊരു ട്രിനിറ്റേറിയൻ, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്, ഗോഡ് ഹെഡ് 3 പേഴ്സൺസ് ആയിട്ട് നിൽക്കുന്ന പോലെ ക്രിസ്തീയ സഭയുടെ നേതൃത്വം ഈ 3 സി ആയിരുന്നു. എന്നാല് 4ാം സുന്നോദോസ് വന്നപ്പോഴേക്കും റോമൻ സാമ്രാജ്യം ഈ കിഴക്കും പടിഞ്ഞാറുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ബൈസന്റൈൻ പ്രദേശത്തിന്റെ കേന്ദ്ര തലസ്ഥാനമായിരിക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസും തുല്യമായിട്ട് അങ്ങനെ 4 നേതൃത്വങ്ങളായിട്ട് വരികയാണ്. അപ്പൊ അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, ഇങ്ങനെ 4 പാത്രിയർക്കീസുമാണ്. ഇവരാണ് നമ്മൾ കാണുന്ന ക്രിസ്തീയ സഭയുടെ. അപ്പം 3 പൊതു സുന്നോദോസുകൾ കഴിയുകയാണ്. എഫേസോസിലെ സുന്നോദോസൂടെ കഴിയുമ്പോൾ 3 പൊതു സുന്നോദോസ്. എഫേസോസിലെ സുന്നോദോസിലാണ് ക്രിസ്തുവിന്റെ ജഡധാരണ, ഇൻകാർണേഷനെ സംബന്ധിക്കുന്ന കൃത്യമായ നിർവചനങ്ങൾ ഉണ്ടാകുകയും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ 3 പൊതു സുന്നോദോസുകളാണ് നടക്കുന്നത്. പിന്നീട് നമുക്കറിയാം കാൽസിഡോൺ സുന്നോദോസ് വരുമ്പോഴേക്കും ഓറിയന്റൽ വിഭാഗം അവിടെ നിന്ന് മാറുകയാണ്. അപ്പൊ അവിടം വരെയാണ് 3 സുന്നോദോസുകൾ. പൊതു സുന്നോദോസുകൾ എന്ന് എല്ലാ അർത്ഥത്തിലും വിളിക്കുവാനും വിശേഷിപ്പിക്കുവാനും കഴിയുന്നത് 3 സുന്നോദോസുകളാണ്. അത് നിക്കിയായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചിട്ടുണ്ടായ 3 പൊതു സുന്നോദോസുകൾ. ഏതൊക്കെയാണത്? നിക്കിയായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പൊതു സുന്നോദോസുകൾ. ഇപ്പൊ ഒരു ഭയങ്കര തമാശ എന്താന്ന് ചോദിച്ചാൽ, ഈ ക്ലബ് ഹൗസിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ പെന്തക്കോസ്തുകാർ പലയിടത്തും പോയി പെടുന്നുണ്ട്. പ്രത്യേകിച്ച് യുക്തിവാദികളുടെയൊക്കെ മുൻപിൽ പോയി പെടുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരങ്ങൾ വേണമെങ്കിൽ നമ്മൾ നൽകുന്ന ഉത്തരങ്ങൾ അവർക്ക് യഥാർത്ഥ ഉത്തരം. ഇപ്പൊ ആധികാരികതയുടെ സോഴ്സും ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ പെന്തക്കോസ്ത് പാസ്റ്റർമാർ അവിടെ ഇരുന്ന് ഞങ്ങളുടെ സുന്നോദോസ് ഉണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട് എന്നൊക്കെ ആവശ്യം വരുമ്പോൾ എടുക്കുന്ന സാധനം അല്ല പിതാക്കന്മാരെന്ന് പറയും. ആവശ്യം വരുമ്പം എടുത്ത് പറയണം, ഓ ഞങ്ങൾക്ക് പിതാക്കന്മാരുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഈ ക്ലബ് ഹൗസിലെ ചർച്ചകൾ ചോദിക്കുമ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങൾ നിക്കിയ സുന്നോദോസ് ഞങ്ങളുടേതാണ്, ആ വിശ്വാസ പ്രമാണം ഞങ്ങളുടേതാണ്,
പിന്നെ അത് കഴിഞ്ഞ് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അതുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. അപ്പൊ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി എവിടെയാണ് ഈ യുക്തിവാദികളുടെ ഗ്രൂപ്പ് രക്ഷപ്പെടാൻ വേണ്ടി ഇത് ചുമ്മാ അങ്ങ് പറയാണ്. പിന്നെ പറയാണ് അത് ഞങ്ങളതൊന്നും ഏറ്റു പറയുന്നില്ലെന്നേ ഉള്ളൂ, ഞങ്ങളതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല, ഇവരൊക്കെ പറയുന്നില്ല പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. പക്ഷെ സത്യത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ നിക്കാ സുന്നോദോസും നിക്കാ വിശ്വാസ പ്രമാണമൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ വല്ലപ്പോഴും ഈ വേനക്ക് മഴ പെയ്യുന്നല്ലോ പറഞ്ഞിട്ട് അർത്ഥമില്ല. ഇവിടെ നിഖ്യായിലും കുസ്തന്തിനോപ്പൊലീസിലും എഫേസോസിലും വെച്ചിട്ടുണ്ടായ 3 പൊതു സുന്നതദോസുകൾ അംഗീകരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. മനസ്സിലായോ? എഫേസോസിലും കുസ്തന്തിനോപ്പൊലീസിലും നിഖ്യായിലും ഉണ്ടായിട്ടുള്ള 3 സുന്നതദോസുകൾ. അപ്പൊ അവിടെ ഒരു തരത്തിലും ക്രിസ്ത്യൻ ചർച്ചിൽ എന്തില്ല, ഒരു വിഭാഗീയതയോ ഭിന്നതയോ ഒന്നുമില്ല. തികച്ചും ഹെററ്റിക്സ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കി എന്നതൊഴിച്ചാൽ ക്രിസ്തീയ സഭ ഒന്നായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ക്രീഡ് രൂപപ്പെടുകയാണ്. പിന്നീട് പല പല സുന്നോദോസുകളെ ഓരോ വിഭാഗങ്ങൾ, ഇപ്പൊ കത്തോലിക്ക വിഭാഗം 21 സുന്നോദോസുകൾ അത് കഴിഞ്ഞ് അവർ നടത്തുന്നുണ്ട്. പക്ഷെ ഈ 3 പൊതു സുന്നോദോസുകൾ അതാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോ അതേപ്പറ്റിയാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടത്. ഈ 3 പൊതു സുന്നോദോസുകളിൽ പങ്കെടുത്തിട്ടുള്ള സഭകൾ, ഈ 3 പൊതു സുന്നോദോസുകളുടെ വിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്നവർ, ഈ 3 പൊതു സുന്നതദോസുകളുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും പേർന്നവർ, ഇവരാണ് ക്രിസ്ത്യൻസ്. അതാണ് ക്രിസ്ത്യൻ ചർച്ച്. ഇപ്പൊ അവിടെ നമ്മൾ കാണുകയാണ്, ഇപ്പൊ ഈ 3 പൊതു സുന്നതദോസുകളിലേക്കും 4 പാത്രിയർക്കീസുമാര് അവിടെ ഉണ്ട്. അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ ഈ 4 പാത്രിയർക്കീസുമാരുടെ കീഴിലാണ് പിന്നീട് ഈ ക്രിസ്തീയ സഭകൾ ഒരു പല വിഭാഗങ്ങളായിട്ട് അവ തിരിഞ്ഞു വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, ഈ ക്രിസ്ത്യൻ ചർച്ചുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെല്ലാം തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പാത്രിയർക്കീസുമായി ഫുള്ളി കമ്മ്യൂണിയനിലായിരിക്കും. നമ്മൾ ഏത് സഭ വേണമെങ്കിലും എടുത്തു നോക്കി. ഇപ്പൊ അമേരിക്കൻ ഓർത്തഡോക്സ് ചർച്ചിനെ നോക്കിക്കഴിഞ്ഞാൽ അവര് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചുമായിട്ടുള്ള ഫുൾ കമ്മ്യൂണിയനിലാണ് നിൽക്കുന്നത്. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസുമായിട്ടുള്ള കമ്മ്യൂണിയനിലാണ് നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഇതൊന്നും അറിയാതെയാണ് ഇവർ വന്നിച്ച് പറയുന്നത് ഇത് ഞങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങളത് അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഈ പറഞ്ഞ 4 പാത്രിയർക്കീസുമാരുണ്ട്. അതിപ്പോ റോമിലെ പാത്രിയർക്കീസിനെയും അലക്സാണ്ട്രിയയിലെ പാത്രിയർക്കീസിനെയും പോപ്പ് എന്ന് വിളിക്കും. പക്ഷെ ഇവർ 4 പാത്രിയർക്കീസുമാരാണ്. ഈ 4 പാത്രിയർക്കീസുമാരിൽ ഏത് പാത്രിയർക്കീസുമായിട്ടാണ് നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻ ഫുള്ളി കമ്മ്യൂണിയൻ വിത്ത് ഹൂ? അതാണ് ചർച്ച് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഒരു രജിസ്ട്രേഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു സഭയാണ് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ ചർച്ച് ആവുന്നില്ല. നിങ്ങൾക്ക് ക്രിസ്തീയ ഇടങ്ങളിൽ ഒരു സാധാരണ അറിവില്ലാത്ത ആളുകളെ പറഞ്ഞ് കളിപ്പിക്കാൻ പറ്റും, ഞങ്ങളുടെ സഭയാണ്. അപ്പൊ ഇപ്പോഴും ഈ പെന്തക്കോസ്ത് പോലെയുള്ള ഈ വിഭാഗങ്ങൾ, ഈ 20-ാം നൂറ്റാണ്ടിൽ തട്ടിക്കൂട്ടിയിട്ടുള്ള വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ, അതൊന്നും സഭയല്ല. ഒരുപക്ഷെ അവരുടെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നും, പക്ഷെ അതിലൊന്നും അർത്ഥമില്ല. അപ്പൊ ഇവിടെയാണ് ഇവര് സൂപ്പർ സ്പിരിച്വൽസ് ആകുന്നത്. എന്താണ്? ഇവർക്ക് ഉത്തരങ്ങൾ ഇല്ലാതെ വരുമ്പോ ഇവര് സൂപ്പർ സ്പിരിച്വൽസ് ആകും. സൂപ്പർ സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല അതിനകത്തൊക്കെ ആരാ ഉള്ളതെന്ന്.
അതിപ്പോ ആരുണ്ട് ആരില്ല എന്നൊക്കെ അന്നേരം അറിയാം. എപ്പോഴാണ് അന്നേരം എന്നൊക്കെ ഇവർ പറയുന്നത് ഏറ്റവും നമ്മൾ ഓർക്കും ഏതാണ്ട് വലിയൊരു കാര്യം നടക്കാൻ പോവാണ്. അങ്ങനെയല്ല. കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിൽ തന്റെ സഭയെ സ്ഥാപിച്ചു. അത് വിസിബിൾ ആണ്, അത് ഓഡിബിൾ ആണ്, അത് ടാൻജിബിൾ ആണ്. അല്ലാതെ അത് ഇൻവിസിബിൾ അല്ല. അപ്പൊ വിസിബിളായ, ഓഡിബിളായ, ടാൻജിബിളായ ഒരു സഭയെയാണ് കർത്താവ് സ്ഥാപിച്ചത്. അത് കർത്താവിന്റെ സഭ. അപ്പൊ ആ സഭയെ നമ്മൾ ട്രേസ് ബാക്ക് ചെയ്താൽ എവിടെ ചെന്ന് നിൽക്കും? കർത്താവിന്റെ അടുത്ത് ചെന്ന് നിൽക്കും. അപ്പൊ അവിടം വരെ കൃത്യമായ പിന്തുടർച്ചയോടുകൂടെ നിൽക്കുന്ന ഒരു സഭ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിലൂടെ പോകുമ്പം ഈ AD 325 വന്നിരിക്കും. AD 325 നിക്കിയ സുന്നോദോസ് ആണ്. പിന്നീട് 2 പൊതു സുന്നോദോസുകളോട് നടന്നു. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പം 4 നേതൃത്വത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ ഇതിനകത്ത് ചർച്ച് എന്ന് പറയുന്ന എല്ലാ വിഭാഗങ്ങളും, ഇപ്പൊ ലോകത്തുള്ള ചർച്ച എന്ന് പറയുന്ന എല്ലാ വിഭാഗങ്ങളും ഇതിലേതെങ്കിലും ഒരു പാത്രിയർക്കീസുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലാതെ ഒരു ചർച്ചും ഇല്ല. നിങ്ങളല്ലേ ഏത് ചർച്ചിനെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ ഏത് ചർച്ചിനെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന മുൻ സുറിയാനിക്കാരും അങ്ങനെയുള്ളവരാണ്. നിങ്ങളൊരു ചർച്ചിനെ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് അവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നിൽ അത് റോമൻ പാത്രിയർക്കീസുമായിട്ട് കണക്റ്റഡ് ആണ്. കൂടുതൽ സഭകൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഈ എക്യുമെനിക്കൽ പാത്രിയർക്കീസ്, ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ, ബെർത്തലോമായി എന്ന് പറഞ്ഞ എക്യുമെനിക്കൽ, അപ്പൊ അതേപോട്ട് ഏറ്റവും കൂടുതൽ ചർച്ചകൾ കണക്റ്റഡ് ആയിട്ടിരിക്കും. പിന്നെ റോമൻ പാത്രിയർക്കീസ്, മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തുമായിട്ടാണ് ഏറ്റവും കൂടുതൽ, ആ സിംഹാസനവുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ട്. നിങ്ങൾ ലോകത്ത് ചർച്ച എന്ന് പറയുന്നതിനെല്ലാം നിങ്ങൾ നോക്കുക. ഇൻ കമ്മ്യൂണിയൻ വിത്ത് റോം എന്ന് കാണാം. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിലോ അടിയിലോ കാണാം ഇൻ കമ്മ്യൂണിയൻ വിത്ത് റോം. അപ്പൊ അപ്പോഴാണ് ചർച്ച. അല്ലെങ്കിൽ ഇൻ കമ്മ്യൂണിയൻ വിത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ, അല്ലെങ്കിൽ ഇൻ കമ്മ്യൂണിയൻ വിത്ത് അലക്സാണ്ട്രിയൻ ത്രോണിനോട്ട് കണക്റ്റഡ് ആണ്. അവരുമായിട്ട് അങ്ങനെ അധികം ചർച്ചകൾ കണക്റ്റഡ്. അതിൽ കോപ്റ്റിക് അതൊരു വംശീയതയും അവരുടെ ഭാഷാപരമായ പ്രത്യേകത എല്ലാം ഉണ്ട്. അതാണ് ആ ചർച്ച. അപ്പൊ നിങ്ങൾ ഏത് ചർച്ചിലാണ്, ഏത് ത്രോണുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? അയ്യോ, ഇത് ഇങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് വളരെ അജ്ഞാതമായ ഒരു ത്രോണ് ഞങ്ങളുടെ സ്വന്തമായിട്ടുണ്ട്, ഞങ്ങൾക്ക് നേരിട്ടാണ് പിടിപാട് അങ്ങ് തിരുവനന്തപുരത്ത്. പെന്തക്കോസ്തുകാർ കഴിഞ്ഞ നാളുകളിൽ ഉയർത്തിയിട്ടുള്ള അവകാശവാദങ്ങളിൽ നിന്നൊക്കെ അവര് വളരെ ദയനീയമായി പിന്നോട്ട് പോകുന്ന കാഴ്ച ഇപ്പൊ കാണുന്നു. ഇപ്പൊ അവർക്ക് അങ്ങനത്തെ അവകാശവാദങ്ങളൊക്കെ ഇല്ല. അവർ വളരെ കുറച്ച് അവകാശവാദങ്ങൾ. ഇപ്പൊ അവർ കത്തോലിക്ക സഭയുമായിട്ട് അടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നല്ലതാണ് അത്. പ്രത്യേകിച്ച് അവർ ഈ പാലാ ബിഷപ്പിന്റെ കാര്യത്തിലൊക്കെ വന്നപ്പോൾ അവരിപ്പോ ഒത്തിരി അടുക്കുകയും സഹകരിക്കുകയും കുറെ കത്തോലിക്കരുമായിട്ട് നമ്മുടെ കത്തോലിക്ക സഭ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പെന്തക്കോസ്തുകാരോട് അങ്ങനെ വിരോധമില്ല. നിങ്ങൾ അങ്ങനെ ഓതന്റിക് ആകുന്നെങ്കിൽ നല്ലതാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് മാർപ്പാപ്പയുടെ നയം അനുസരിച്ച് പെന്തക്കോസ്തുകാരെയും ഉൾക്കൊള്ളുന്ന ഒരു നയമാണ്. ഇപ്പൊ എന്നോടിപ്പോ ഇന്നലെ മാർപ്പാപ്പ ഫോൺ വിളിച്ചിട്ട് ഞാൻ പെന്തക്കോസ്തുകാരല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നയങ്ങളെ നമ്മൾ കാണുമ്പോൾ, അത് പഠിക്കുമ്പോൾ ഓൾ ഇൻക്ലൂസീവ് അപ്രോച്ചാണ്. അതുകൊണ്ടൊരിക്കലും പെന്തക്കോസ്തുകാരെ അങ്ങനെ മാറ്റി നിർത്തുകയില്ല. അമേരിക്കയിൽ നിന്നുള്ള ചില പാസ്റ്റർമാര് ഈ കൊറോണ വരുന്നതിന്റെ 2018 മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു. ഇപ്പൊ പെന്തക്കോസ്തൽ വിഭാഗത്തെ കത്തോലിക്ക സഭ എന്തിനാണ് പെന്തക്കോസ് വിഭാഗത്തിന് ഈ കത്തോലിക്ക സഭയുടെ അംഗീകാരം? നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഈ പെന്തക്കോസ്തുകാരെന്ന് ഇത്രയും ആളുകളുണ്ടല്ലോ, ഇഷ്ടം പോലെ പൈസയുണ്ട്. അവരെന്തിനാണ് ഇത് സീക്ക് ചെയ്യുന്നത്? കാരണം ഈ വിവരമില്ലാത്തവർക്ക് അറിയില്ല എങ്കിലും അതിനകത്ത് വിവരമുള്ളവർക്ക് അറിയാം തങ്ങൾ ഒരു ക്രിസ്തീയ സഭയല്ലെന്ന്. അങ്ങനെ വിവരമുള്ള ഒരാളാണ് ഈ IPCയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ KC ജോൺ. അദ്ദേഹം ഞാനുമായിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്.
അതിപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് IPC ഒന്നും ഒരു ക്രിസ്തീയ സഭയല്ല. മനസ്സിലായി? 55 വർഷം കേരളത്തിൽ സ്തുത്യർഹമായ വിധത്തിൽ സുവിശേഷ പ്രവർത്തനം ചെയ്ത മലയാളി പെന്തക്കോസ്തുകാരുടെ ഇടയിലെ 1-ാം നമ്പർ നേതാവെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന, പെന്തക്കോസ്തിന് പുറത്തു പോലും സ്വീകാര്യതയും സ്വാധീനവുമുള്ള ഒരു കർത്തൃഭൃത്യനാണ് പാസ്റ്റർ KC ജോൺ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതൊന്നും ഒരു ക്രിസ്തീയ സഭയല്ല. ഇപ്പൊ ക്രിസ്തീയ സഭ വേണമെങ്കിൽ എന്താണ്? ഒരു കമ്മ്യൂണിയൻ ഉണ്ടാവണം. ഇപ്പൊ റോമുമായിട്ട് ഒരു കമ്മ്യൂണിയൻ ഉണ്ടാകാനുള്ള ഒരു സുവർണമായ സാധ്യത ഇപ്പോൾ പെന്തക്കോസ്തുകാർക്കുണ്ട്. അപ്പൊ അതിനാണ് ഈ പാസ്റ്റർമാർ പോയത്. ഞാൻ മലയാളി പാസ്റ്റർമാർ പോയ കാര്യമല്ല, ഇംഗ്ലീഷുകാർ പാസ്റ്റർമാർ പോയത്. അവർക്കറിയാം. ഇത് ഈ താഴെ തട്ടിക്കടന്ന് വഴക്കുണ്ടാക്കുന്നവർക്ക് അറിയില്ല എങ്കിലും വിവരമുള്ളവർക്കറിയാം തങ്ങളുടേത് ലെജിറ്റിമേറ്റ് ചർച്ച അല്ല. പിന്നെ മണ്ടന്മാരാകാൻ കുറെ പേര് കച്ച കെട്ടി നിൽക്കുന്നുണ്ട്. സ്തോത്രാഴ്ച പിരിയുന്നതിന് മുടക്കമില്ല. അതുകൊണ്ട് സംഭാവനകൾ കൂമ്പാരമാകുന്നു, പരിപാടികൾ ഗംഭീരമാകുന്നു എന്നതിനപ്പുറത്ത് മറ്റൊരു ആധികാരികത ഇതിനില്ല. അപ്പൊ സംഭാവനകൾ കൂമ്പാരമാകുന്നു, പരിപാടികൾ ഗംഭീരമാകുന്നു എന്നല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് യാതൊരു ആധികാരികതയും ഇല്ല. അതിവർക്കറിയാം. അതുകൊണ്ടാണ് കമ്മ്യൂണിയന് ശ്രമിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ 3 പൊതു സുന്നോദോസ്, അത് മാത്രം, ഈ 3 ഉള്ളൂ എല്ലാവരുടെയും പ്രാതിനിധ്യം അവകാശപ്പെടാൻ പറ്റുന്ന പൊതു സുന്നോദോസ്. 7 എക്യുമെനിക്കൽ കൗൺസിൽസ് എന്നൊക്കെ അവർ പറയുമെങ്കിലും അത് ഈസ്റ്റേൺ ഓർത്തഡോക്സും കാത്തലിക് ചർച്ചും കൂടി ഉള്ളതാണ്. ഓറിയന്റൽ വിഭാഗം കൂടി ഉൾപ്പെട്ട, അതായത് മുഴുവൻ വിഭാഗങ്ങളും കൂടി ഉൾപ്പെട്ടത് 3 അതുകൊണ്ടാണ് ഈ കേരളത്തില് സുറിയാനിക്കാര് പിന്നെ കുർബാനക്കിടെ നിങ്ങൾക്ക് കേൾക്കാം, നിക്കായാലും കുസ്തന്തിനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പൊതു സുന്നോദോസുകളെയും അവയിലെ പിതാക്കന്മാരെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പൊ ഈ 3 പൊതു സുന്നോദോസുകൾ, നിക്യ, കുസ്തന്തിനോപ്പോലിസ്, എഫേസോസ്, ഈ 3 പൊതു സുന്നോദോസുകൾ നടക്കുന്ന ആ സമയത്തുള്ള പാത്രിയർക്കീസുമാർ 4 പേരാണ്. ഈ 4 പാത്രിയർക്കീസുമാരിൽ ഏതെങ്കിലും ഒരു പാത്രിയർക്കീസുമായിട്ടുള്ള ആ കമ്മ്യൂണിയനിലാണ് നിങ്ങളുടെ ചർച്ച എന്തായിത്തീരുന്നത്? ഓതന്റിക് ചർച്ച ആവുന്നത്. അല്ലാതെ എങ്ങനെയാ ചർച്ച ആവുന്നത്? തങ്കമ്മയുടെ സഭ, പാപ്പച്ചന്റെ സഭ, കറിയാച്ചന്റെ സഭ, ചെറിയാച്ചന്റെ സഭ, ഇപ്പൊ ഷമീർ സഭ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോരുത്തർ സഭ തുടങ്ങും. അപ്പൊ ഇവർക്ക് ഹിസ്റ്റോറിക്കൽ ചർച്ചുമായിട്ട് എന്താണ് ബന്ധം? ഹിസ്റ്റോറിസിറ്റി ഇല്ലാത്ത ചർച്ചുകൾക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്ക് എങ്ങനെയാണ് ലെജിറ്റിമസി ഉണ്ടാകുന്നത്? എന്ത് ലെജിറ്റിമസിയാണുള്ളത്? നിങ്ങളുടേത് ഒരു ലെജിറ്റിമേറ്റ് ചർച്ചാണോ എന്നറിയണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത്, ആർ യു ഗൈസ് ഇൻ കമ്മ്യൂണിയൻ വിത്ത് എനി ഓഫ് ദീസ് 4 ത്രോൺസ്? ഈ 4 സിംഹാസനങ്ങളിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് കണക്റ്റഡ് ആണോ, കമ്മ്യൂണിയനിലാണോ? ഇനി അതുമായിട്ട് കണക്ഷന്റെ ആവശ്യമില്ല. നമ്മള് പിന്നെ ക്രിസ്ത്യ സഭയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി, സ്വയം പറയാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആണെന്ന് അസ്യൂം ചെയ്താല് ഞാൻ ഒരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റ് ആവില്ല. ഞാൻ വിശ്വസിച്ചെന്ന്. അപ്പൊ എന്റെ കൂടെ ഇരുന്ന് 3-4 പേരോട് വിശ്വസിച്ചാലോ? സംഗതി ബേഷായി. ഞാൻ വിശ്വസിച്ചു. ദൈവമക്കളാകാൻ അധികാരം തന്ന. അപ്പൊ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ആ മുട്ടുവേദന മാറിയതോ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ മുട്ടുവേദന മാറി. ചെറിയ രോഗശാന്തികളൊക്കെ കിട്ടി, ദർശനങ്ങൾ കിട്ടി.
വെളിപ്പാടുകൾ കിട്ടി, പ്രവചനങ്ങൾ കിട്ടി, പാട്ടുകൾ പാടി, ഇങ്ങനെ ഒരു കൂട്ടമായി ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശൗല്, സഭയുടെ ഒന്നാമത്തെ രക്തസാക്ഷി, ശെമ്മാശന്മാരിൽ പ്രധാനിയും സഹദേവന്മാരിൽ മുമ്പനുമായിരുന്ന മാർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞാ കൊന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോ ഈ കല്ലെറിഞ്ഞു കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ കല്ലെറിഞ്ഞ് ഈ യഹൂദന്മാർ ഈ വലിയ നീളം കുപ്പായും വലിയ പുതപ്പും വേഷമൊക്കെ കണ്ടല്ലേ, പുതപ്പും മേൽമുണ്ടും എല്ലാണ്, അതൊന്നും വെച്ചോണ്ട് കല്ലെറിയാൻ പറ്റിയല്ല. കല്ലെറിയണേ ഇതെല്ലാം ഊരി താഴെ വെക്കണം. അന്നത്തെ കാലത്ത് തുണിക്ക് ഭയങ്കര ക്ഷാമമുള്ള കാലം. തുണി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ഇന്നത്തെ പോലെയല്ല. ഒരു ഉടുപ്പ്, ഒരു പുതപ്പ്, ഒരു കുപ്പായ എന്നൊക്കെ പറഞ്ഞ വലിയ. അതുകൊണ്ടാണ് യേശു കർത്താവിനെ ക്രൂശിച്ചപ്പം വസ്ത്രം അവർ പകുത്തെടുത്തു, അങ്കിക്ക് വേണ്ടി അവർ ചീട്ടിട്ടു, നറുക്കിട്ടെടുത്തു. ഇന്നിപ്പോ ആരെങ്കിലും ഒരാൾ ഒരു പ്രതിയെ തൂക്കി കൊല്ലാൻ പോകുമ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ അവന്റെ ഷർട്ട് വീതം വെച്ച് അങ്ങനെ ഇവനെ കൊന്നു കഴിയുമ്പോൾ ഇവന്റെ ഷർട്ട് നമുക്ക് ആർക്ക് കിട്ടണമെന്ന് അങ്ങനെ ഇല്ല. ഇന്ന് വസ്ത്രത്തിന്റെ ലഭ്യത വളരെ കൂടുതലാണ്, വില തീരെ തുച്ഛമാണ്. അന്ന് അങ്ങനെ പുതപ്പൊന്നും ആരും താഴെ വെക്കത്തില്ല. വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് അന്നേരം അടുത്ത ആൾ അടിച്ചോണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഈ കല്ലെറിയാനുള്ള അച്ചായന്മാര്, യഹൂദ അച്ചായന്മാരിലാണ് കല്ലെറിയാൻ വേണ്ടി പോവുക. ഈ പുതപ്പും ഉടുപ്പും ഒക്കെ ഊരി വെക്കണം. അപ്പൊ ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ ഇത് കാവല് നിൽക്കാൻ ഒരുത്തൻ തയ്യാറായി. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എറിഞ്ഞോളാം. അങ്ങനെ സ്തേഫാനോസ് സഹതയെ കല്ലെറിഞ്ഞു കൊന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്ന ആളാണ് ശൗല്. അദ്ദേഹമാണ് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ എന്ന പേരിൽ നമ്മുടെ അപ്പോസ്തലനായി മാറുന്നത്. അപ്പൊ അദ്ദേഹം ഒന്നാമത്തെ സഹതായെ കൊല്ലാൻ കൂട്ടുന്നയാളാണ് പൗലോസ് ലീഗ. അദ്ദേഹം പിന്നീട് ദമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് കൺവേർട്ടഡ് ആവുക, ക്രിസ്ത്യ വിശ്വാസം സ്വീകരിക്കുകയാണ്. അത് നമുക്കറിയാം. അദ്ദേഹം താഴെ വീഴുന്നു, കണ്ണ് കാണാതെ ആകുന്നു. പിന്നെ അനന്യാസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ പരിശുദ്ധാത്മപൂർണനാകാൻ വേണ്ടി പൗലൂസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ശൗല് പൗലൂസായി എന്നൊക്കെ ചില ആളുകൾ പറയുമല്ലോ, അത് അദ്ദേഹത്തിന് 2 പേരാണ്. അന്നത്തെ കാലത്ത് ഒരു റോമൻ സിറ്റിസൺ ആയിരുന്നു പൗലൂസ് ലീഗ. അപ്പം ആളുകൾക്ക് പല പേരുണ്ട്, ഗ്രീക്ക് പേര്, എബ്രായ പേര്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം പേര് മാറ്റിയൊന്നുമല്ല, പൗലൂസ് എന്നുകൂടെ പേരുള്ള ശൗല്. അതുകൊണ്ട് പിന്നീട് ആ ഗ്രീക്ക് പേര് കൂടുതലായിട്ട് ഉപയോഗിച്ചു വന്നേ ഉള്ളൂ. നിങ്ങൾ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ പൗലൂസ് യേശുക്രിസ്തുവിന്റെ സ്വരം കേട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, പൗലൂസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ സ്വരം കേട്ടു. ഇല്ലേ? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിനോട് ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമായിരിക്കും. ഇങ്ങനെയൊക്കെ പറയും. രണ്ടാമത്, അനന്യാസ് എന്ന് പറയുന്ന ശിഷ്യൻ കർത്താവിന്റെ ദർശനം ഉണ്ടായി. പൗലൂസ് ലീഹായെ പറ്റി വ്യക്തമായ ദർശനം. അവന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പോകും. അനന്യാസ് എന്ന് പൗലൂസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ എന്തുണ്ടായി? അദ്ദേഹത്തെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തൊന്ന് പൊഴിഞ്ഞു വീണ് കാഴ്ച പ്രാപിച്ചു. വലിയൊരു അത്ഭുതം സംഭവിച്ചു. അത്ഭുതം സംഭവിച്ചു. അതെ, പരിശുദ്ധാത്മപൂർണനായി പൗലോസ് അപ്പോസ്തലൻ മിനിസ്ട്രി ആരംഭിച്ചു. അനേക ആളുകൾ വരാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം കേട്ടല്ലോ. ഒന്നാമത്, പൗലോസ് ലീഗ തന്നെ നേരിട്ട് യേശുവിന്റെ സ്വരം കേട്ടു. രണ്ടാമത്, അനന്യാസ് കർത്താവിന്റെ ദർശനം ഉണ്ടായിട്ട് ആ ദർശനത്തിലെ നിർദ്ദേശം അനുസരിച്ച്
ഈ കണ്ണു കാണാൻ മേലാത്ത പൗലൂസിനെ തപ്പിപ്പിടിച്ച് കാണുകയും അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ സ്നാനപ്പെട്ടു, പിന്നെ മിനിസ്ട്രി ആരംഭിച്ചു. കർത്താവിന്റെ വലിയ അത്ഭുതങ്ങൾ തന്റെ കയ്യാൽ നടന്നു. ഡിവൈൻ അപ്രൂവലായി. ഇത്രയും കാര്യങ്ങൾ ഇന്നാണ് നടക്കുന്നതെങ്കിൽ എന്താ സ്ഥിതി? ഇപ്പൊ ഉദാഹരണത്തിന് കോട്ടയത്ത് സ്വർഗീയ വിരുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന ക്ലെയിം എന്ന് പറഞ്ഞാൽ ഈ തങ്കു ബ്രദർ തളർന്നു കിടക്കായിരുന്നു. പുള്ളി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സുഖപ്പെട്ടു. ചെറിയ ചെറിയ മുട്ടുവേദന, തലവേദന ഇങ്ങനെയുള്ളതൊക്കെ മാറി. പല ആളുകൾക്ക് അത്ഭുതങ്ങളുണ്ടായി. ചില ആളുകൾക്ക് ലോൺ അനുവദിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഉള്ള അത്ഭുതങ്ങൾ. അപ്പം ആള് കൂടി. അപ്പം അവിടെ പ്രാർത്ഥിച്ചു, അവിടെ സഭ വെച്ചു, അവിടെ ആള് കൂടി. അതുകൊണ്ട് അതൊരു സഭയാണ്. പൗലോസ് ശ്ലീഹായെ നിങ്ങൾ നോക്ക്. ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നയാള്, ഒന്നാമത്തെ സഹതയെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് കൂട്ടുനിന്നയാള്. സാക്ഷ്യം എന്തൊരു അത്ഭുത സാക്ഷ്യമല്ലേ! ഒരത്ഭുതവും വേണ്ടല്ലോ, ഈ സാക്ഷ്യം മാത്രം മതിയല്ലോ. മുച്ചീട്ട് കളിച്ചതിനും വാഴക്കൊല കട്ടയിനും ഒക്കെ ജയിലിൽ പോയതിന്റെ സാക്ഷ്യമുണ്ട് പെന്തക്കോസിൽ. അണ്ടർവേൾഡ് കിങ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ചോദിച്ചു പിടിച്ചൊരു ഇതാണ്. തങ്കപ്പന്റെ തൊടിയിൽ നിന്ന് വാഴക്കൊല മുട്ടിച്ചതിന് അല്ലെങ്കിൽ മുച്ചീട്ട് കളിച്ചതിന് ഇതൊക്കെയാണ്. പക്ഷെ ഇവിടെ അതല്ല. ഒന്നാമത്തെ ക്രിസ്തീയ സഭയുടെ ഒന്നാമത്തെ സഹതയാണ്. സ്തേഫാനോസ് സഹതയെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൂട്ടുനിന്ന ശൗലിന്റെ മാനസാന്തരത്തിന്റെ അതിശക്തമായ അഭ്രാവിഷ്കാരമാണ് ഇന്നു മുതൽ കടന്നു വരൂ. ഇത് പൗലോസിന്റെ സാക്ഷി. രണ്ടാമത്, അദ്ദേഹത്തിന് നേരിട്ട് കിട്ടിയ ഒരു അത്ഭുതം, അന്ധനായി പോയതാണ് ഇപ്പൊ കണ്ടത്. മൂന്നാമത്, അദ്ദേഹം യേശുവിന്റെ സ്വരം നേരിട്ട് കേട്ടു. നാലാമത്, ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് വെച്ചൊരു ദർശനം അനന്യാസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ടായി. അദ്ദേഹം ആ ദർശനം കേട്ട് ഇവന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ കൈകീഴിൽ സ്നാനപ്പെട്ടു. എത്രയും പോരെ ഒരു സഭ ഉണ്ടാകാൻ? ഇത്രയും വെച്ച് പൗലോസ് എന്ത് ചെയ്തു? സഭ ഉണ്ടാക്കാൻ തുടങ്ങി, പ്രവർത്തനങ്ങൾ നടത്തി, ആള് കൂടി, ഇങ്ങനെല്ലാം കൂടി വന്നു. പക്ഷേ പൗലോസിലേക്ക് മനസ്സിലായി അത് പോരാ. ഹി ലാക്സ് സംതിങ്. എന്താണ് തനിക്ക് കുറവുള്ളത്? 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർണബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. പൗലോസ് പറയാണ്, ആരെയാ കാണാൻ പോയേ? പൗലോസ് പറയാണ് മിനിസ്ട്രി സക്സസ്ഫുൾ ആണ്, ആള് കൂടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞാൻ ഓടുന്നതോ വെറുതെ എന്ന് വരരുത്. ഇൻ വെയിൻ, പാഴായി പോകരുത്. ആള് കൂടിയത് കൊണ്ടോ രോഗം മാറിയത് കൊണ്ടോ ഒരർത്ഥവുമില്ല. ഇത് വെറുതെ എന്ന് വരരുത്. അതിനുവേണ്ടി എനിക്കൊരു വെളിപ്പാട് കിട്ടി. എനിക്ക് കിട്ടിയ വെളിപ്പാട് എന്നതാ? എടാ, നിന്റെ പരിപാടിയൊക്കെ വിജയമാണ്, പക്ഷേ നിന്റെ പരിശ്രമം പാഴായി പോവും. ഇത് വെറുതെ എന്ന് വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും, തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കോണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദം. അവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ മാത്രമേ തന്റെ വേല ഫലദായകമാവുകയുള്ളൂ.
അല്ല തന്നെ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലം വേറൊരു സ്ഥലത്തല്ല ഇവർ പ്രവർത്തിക്കുന്നു. ഇവരങ്ങ് പ്രവർത്തിച്ചു പോയാൽ പോരെ. ഞാൻ ചെയ്താൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി. അവിടെ കേഫാവും യോഹന്നാനും ഉണ്ട്. അവിടെ ചെന്ന് എന്ത് ചെയ്യണം? അവരോട് ചേർന്ന് നിൽക്കണം. അവരിൽ നിന്ന് വിഘടിച്ചിട്ട് ഒരു വേല ഞാൻ ചെയ്ത അതെ ആ വേല എത്ര വിപുലമായാലും എത്ര സക്സസ് ആയാലും അതെല്ലാം പാഴാണ്. ഞാൻ ആ ചെയ്ത വേല എത്ര വിപുലമായ തോതിൽ ചെയ്താലും എത്ര വിജയകരമായ തോതിൽ ചെയ്താലും അത് പാഴാണ്. ഞാൻ ഓടിയതോ അധ്വാനിച്ചതോ വൃഥാ എന്ന് വരാതിരിക്കാൻ. അവിടെ ഞാൻ ജെറുസലേമിൽ ചൊല്ലുകയാണ്. ആരെ? വീടിൻ ഭരണം ശീമോനും സുവിശേഷം യോഹന്നാനും. കേഫാവും യോഹന്നാനും ഒക്കെ ജെറുസലേമിൽ ഇരിക്കുക. ഞാൻ അവിടെ ചെല്ലുകയാണ്. ഞാനാരാ? ഞാൻ പൗലൂസാണ്. യേശു നേരിട്ട് വിളിച്ചതാണ്. ഈ ശബ്ദം കേട്ടതാണ്. പിന്നെ വേറൊരു വലിയ വെളിപ്പാട് കിട്ടിയ അനന്യാസ് എന്റെ അടുത്ത് വന്നാണ്. എനിക്ക് മിറക്കിൾ ഹീലിംഗ് കിട്ടുകയാണ്. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നുണ്ട്. എന്റെ പ്രസംഗത്തിൽ ആള് കൂടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇൻ കമ്മ്യൂണിയൻ വിത്ത് ദ അപ്പോസ്റ്റൽസ്. സഭ അപ്പോസ്തോലികമാണ്. സഭ ശ്ലൈഹികമാണ്. ഇതാണ് പാരമ്പര്യം. അപ്പൊ ഈ ശ്ലൈഹിക പാരമ്പര്യമില്ലാതെ ഈ ഇൻ കമ്മ്യൂണിയൻ വിത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ 3 പൊതുസുന്നോദോസുകളെയാണ് അംഗീകരിക്കുന്നത്. നിക്കായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പൊതുസുന്നോദോസുകളെ അംഗീകരിക്കുക. അപ്പൊ അതിനിപ്പുറത്ത് നമ്മൾ കൂടുതൽ ന്യായീകരണം പറഞ്ഞിട്ടോ വ്യാഖ്യാനം കൊണ്ടുവന്നിട്ട് ആവശ്യമില്ല. ന്യായീകരണങ്ങളുടെ ആവശ്യമില്ല, വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. ഇത് വെറും പ്ലെയിൻ ട്രൂത്താണ്. പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഹിസ്റ്റോറിസിറ്റി ഇല്ല. അപ്പൊ ഹിസ്റ്റോറിസിറ്റി ഇല്ലാതെ പിന്നെ എന്താണ് ക്രിസ്ത്യൻ ചർച്ച്? ഇടക്കാലത്ത് കർത്താവിന് വെളിപ്പാടുണ്ടാകും. സോറി, പുതിയ ഒരെണ്ണം തുടങ്ങിയ കന്നോ. ഞാൻ പറഞ്ഞില്ല, മുമ്പ് പറഞ്ഞില്ലേ, ചെറിയാച്ചന്റെ കണ്ണിങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ പറന്ന് അങ്ങനെയൊന്നും പോകത്തില്ല. അവയവങ്ങൾ വായുവിലൂടെ പറന്ന് നടക്കുകയല്ല. അങ്ങനെയാ പെന്തക്കോസ്തുകാര് പഠിപ്പിക്കുന്നേ. അവയവങ്ങൾ ഇങ്ങനെ വായുവിലൂടെ പറന്ന് നടക്കുന്നുണ്ട്. തപ്പിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. വാലും ഇല്ല, തലയില്ല, മൂലയില്ല, ഒന്നുമില്ല. പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആരാ? കെ അബ്രഹാമിന്റെ പുറകിൽ ആർക്കറിയും? അപ്പൊ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശത്തിൽ ഒന്നാണ് കൈവപ്പ്. എനിക്ക് പെന്തക്കോസ്തുകാരുടെ വിരോധമൊന്നുമില്ല കേട്ടോ. അവരെ കത്തോലിക്കരുമായിട്ട് യോജിച്ച കത്തോലിക്ക സഭയിൽ നിന്ന് മാർപ്പാപ്പയുടെ ഒരു കൈവപ്പ് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾ എബ്രായ ലേഖനം 6 അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു നോക്ക്. നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞാണെങ്കിലും വീണ്ടും മടുപ്പില്ലാതെ റിപ്പീറ്റ് ചെയ്യാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം എന്നിങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ വീണ്ടും ഇടാതെ, not laying again the foundation of repentance from dead works and faith toward God. ഈ അടിസ്ഥാനങ്ങൾ പിന്നീട്. അപ്പൊ അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ 6 മാനസാന്തരം, വിശ്വാസം, സ്നാനം, കൈവപ്പ്, പുനരുത്ഥാനം, ന്യായവിധി. അപ്പൊ 6 അടിസ്ഥാന ഉപദേശങ്ങൾ, ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്. അപ്പൊ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശത്തിൽ ഒന്നാണ് കൈവപ്പ്. ഇച്ചിരി വിഷമിക്കും. ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനികളല്ലെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളാണ് എന്ന് നിങ്ങൾ സ്വയം കൺഫസ് ചെയ്തത് കൊണ്ടോ, നിങ്ങൾ സ്വയം അങ്ങനെ നിലവിളിച്ചത് കൊണ്ടോ നിങ്ങൾ ക്രൈസ്തവരാവുന്നില്ല. How can you be a Christian? How can you make such a false claims? Making false claims in the name of God. ദൈവനാമത്തിൽ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കും. അതുകൊണ്ടൊരിക്കലും നിങ്ങളെ സഹായിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കമ്മ്യൂണിയനിൽ നിൽക്കുന്നവർ, ഈ കൈവപ്പുള്ളവർ, അവര് മാത്രമാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അല്ലാതെ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അതൊന്നും ഒരു പരിഗണന വരുന്ന കാര്യമല്ല. നിങ്ങൾ നോക്കിയോ, ഞങ്ങൾ എന്തെല്ലാം ആളെ കൂട്ടുന്നു, ഞങ്ങൾ അത് ചെയ്യുന്നു, അങ്ങനെയൊന്നും പറയരുത്. എന്താ അർത്ഥമില്ല. ഇപ്പൊ പൗലോസ് ശ്ലീഹായ്ക്ക് പോലും
അങ്ങനെ സ്വതന്ത്രമായിട്ടോ പോകാൻ കഴിയില്ല. സ്വർഗീയ വെളിപ്പാട് കിട്ടിയ, ഉന്നത വിളി കിട്ടിയ, കർത്താവിന്റെ ദർശനവും കർത്താവിന്റെ ശബ്ദവും ഉണ്ടായ, വലിയ അത്ഭുത രോഗശാന്തി ഉണ്ടായ, ഇനി 2 സാക്ഷികളാണ് വേറൊരു സാക്ഷി, അനന്യാസ് എന്ന് പറഞ്ഞൊരു ശിഷ്യന് വെളിപ്പാടിലൂടെ പൗലോസിനെ പറ്റി ബോധം വരുത്തി അദ്ദേഹം വന്ന് പേര് ചൊല്ലി വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുത രോഗശാന്തി കിട്ടി, അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചതാണ്. ഇതൊക്കെയാണെങ്കിലും അങ്ങനെ ഓടിയാൽ അത് വൃഥാവിലാണ്. പൗലോസ് പറയാണ്, ഓട്ടക്കരളത്തിൽ ഓടുന്നവർ അനേകരാണ്, പോരാടുന്നവർ പോരാടുന്നുണ്ട്, പക്ഷേ ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം ലഭിക്കില്ല. പണ്ട് നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഷൈനി വിൽസൺ എന്ന് പറഞ്ഞ ഒരു ഓട്ടക്കാരുണ്ടായിരുന്നു. അന്ന് പണ്ട് ഷൈനി എബ്രഹാം എന്നുള്ള പേരുള്ളപ്പോഴാണ് ഓർക്കുന്നുണ്ട്. ഓടി ഏഷ്യാഡിൽ പോയി ഓടി സെക്കൻഡ് വന്ന്. അപ്പൊ ഷൈനിക്ക് വെള്ളി കിട്ടി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ഇല്ല, വെള്ളിയില്ല. അപ്പൊ പിന്നെ ഓടാണോ? ഓടുമില്ല, ഓടിയെന്നുള്ളതേ ഉള്ളൂ. സംഗതി ആള് രണ്ടാമതെത്തി, പക്ഷേ ട്രാക്ക് മാറിപ്പോയി ഓടുന്നതിനിടെ. ഈ ഓടാൻ തുടങ്ങിയപ്പോൾ നിന്ന ട്രാക്കിലല്ല, ഓടി തീർത്തു. ഇപ്പൊ 2ാം ട്രാക്കിൽ നിൽക്കുകയായിരുന്നു ഓടാൻ. ഈ ഓടുന്നതിനിടെ കാല് മാറിപ്പോയിട്ട് ട്രാക്ക് മാറിപ്പോയി. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് കൊടുത്ത പരിശീലനം അത്ര മികച്ചതായിരുന്നോണ്ടേ ട്രാക്കിൽ കൂടെ ഓടാൻ പഠിച്ചില്ല. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ട്രാക്ക് മാറിപ്പോയി. ഒന്നും കിട്ടിയില്ല, ഒരു മെഡലും കിട്ടി. പിന്നെ കേരളത്തിൽ കരഞ്ഞു പോയി. കേരളത്തിൽ അന്ന് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി നിന്നു. പുള്ളി ആണ്ട് കാഷ് അവാർഡോ ഒരു ജോലിയോ ഒക്കെ കൊടുത്തു. റെയിൽവേയിൽ ഇന്ത്യ ഗവൺമെന്റ് ജോലി കൊടുത്തു. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഞാൻ ഷൈനി അത് കഴിഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് വന്ന വരവിന് പിന്നെ മണറാട്ട് പള്ളി പ്രാർത്ഥിക്കാൻ വരുന്നൊക്കെ ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ അടുത്ത മണറാട്ട് പള്ളി. അപ്പൊ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഞാൻ ഓർക്കുന്നു. പിന്നെ പ്രാർത്ഥിച്ചിട്ടുള്ള വിശേഷം ട്രാക്ക് മാറിപ്പോയി. അപ്പൊ പൗലോസ് ഇത് പണ്ടേ പറഞ്ഞ ഇത് നമ്മൾ പോരാടിയിട്ട് എത്ര നന്നായി പോരാടിയിട്ടും കാര്യമില്ല, ഇത് ചട്ടപ്രകാരം അല്ലെങ്കിൽ കിരീടം കിട്ടത്തില്ല. ഇത് ചട്ടം ഉണ്ട്, ചട്ടം. പൗലോസിലേക്ക് മനസ്സിലായി ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേഫാവിന്റെ അടുത്ത് പോയേക്കാം. ഈഗോ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈഗോ ഒന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഫാക്റ്റ്. കർത്താവ് ഈശോ മിശിഹാ സ്ഥാപിച്ച സഭയാണ്. അയ്യോ, പൗലോസിനോട് കർത്താവ് സംസാരിച്ചായിരുന്നു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത്. ഇതല്ലേ യേശു പറഞ്ഞ ശീമോനോട് പറഞ്ഞെന്നെ, ശീമോനെ നീ എന്റെ ആടുകളെ പാലിക്ക, നീ എന്റെ പെണ്ണാടുകളെ പോറ്റ്, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. വ്യത്യാസമില്ല. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യാണ്? ശീമോന്റെ അടുത്ത് പോയി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൗലോസ്ലിയ പോലും അത്ര അത്ഭുതവും വെളിപ്പാടുകളുടെ ആധിക്യവും പരിശുദ്ധാത്മ നിറവും ഒക്കെ ഉണ്ടായിട്ടു. അതുകൊണ്ട് ഞങ്ങളോട് തർക്കിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, ഞാനും പെന്തക്കോസ്ത് ആയിരുന്നല്ലോ, പക്ഷെ അതൊരു പാഴാണ് എന്ന് മനസ്സിലായി. അനേക ആളുകൾ ഇപ്പൊ ഈ കൺവിക്ഷനിലേക്ക് വരികയാണ്. ഇന്ന് രാവിലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരാളിനെ വിളിച്ചോണ്ടിരിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്, പെന്തക്കോസ്തുകാരനാണ്. കൺവിക്ഷൻസ് വന്നിട്ട് വിളിക്കുന്നതാണ്. കൺവിക്ഷൻസ് ദാറ്റ് ഷുക്ക് ദെയർ ഇന്നർ കോൺഷ്യസ്. അവരുടെ മനസാക്ഷിയുടെ അകക്കാമിനെ പിടിച്ച് ഉലയ്ക്കുന്ന തരത്തിലുള്ള ബോധ്യങ്ങളാണ്. ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്ന് ഈ നാളുകളുണ്ടെന്ന കൺവിക്ഷൻസ്. ഈ കൺവിക്ഷൻസ് നിങ്ങളെ നയിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ക്രിസ്ത്യൻ ചർച്ചാണോ, നിങ്ങൾ ഈ 4 ത്രോണിൽ എവിടെയെങ്കിലും ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങളൊരു ട്രൂ ചർച്ചിലാണ് നിൽക്കുന്നതെങ്കിൽ. അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോമ, കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നീട് ആളുകളൊക്കെ സ്വന്തം ഇഷ്ടത്തിന് പല പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതല്ല, യഥാർത്ഥ ഓതന്റിക് ലെജിറ്റിമേറ്റ് ഹിസ്റ്റോറിക് ക്രിസ്ത്യൻ ചർച്ചിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് തന്നെ അത് കഴിഞ്ഞ് ഒരെണ്ണം തുടങ്ങാൻ ഭ്രാന്തന്മാർക്ക് എന്താ ചെയ്യാൻ മേലാത്ത? സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങി നോക്കാം. അപ്പൊ വിവരം അറിയാം. അല്ല, വേണ്ട, പോലീസ് സ്റ്റേഷൻ വേണ്ട, ഒരു വില്ലേജ് ഓഫീസ് ആയിക്കോട്ടെ. നിങ്ങൾ എന്നാണ് സഭയൊക്കെ തുടങ്ങിയില്ലേ, ഒരു വില്ലേജ് ഓഫീസറെ തുടങ്ങി നോക്കൂ. അപ്പൊ അതേ ഉള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.